ഇമേജ് മാത്രം വെച്ചുള്ള ഒരു സിനിമയാണ്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന സ്വതന്ത്ര സിനിമകളാണ് ചെയ്യുന്നത്. കുറച്ച് ക്രൗഡ് ഫണ്ടഡ് സ്വഭാവമുള്ള സിനിമകളാണ് സാധാരണ ചെയ്യുന്നത്. ഇത് എൻ്റെ 4ാമത്തെ ഫീച്ചർ ലെങ്ത് ഉള്ള ഒരു സിനിമയാണ്. അവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ നാഗസേരന്ദ്രി ദേവി അവരുടെ ലൈഫ് പറയുന്ന ഒരു സിനിമയാണ്. സിനിമ ഫിക്ഷൻ സിനിമയല്ല, ഒരു ഡോക്യു സ്വഭാവമുള്ള ഒരു സിനിമയാണ്. ദൈവമല്ല, ദൈവങ്ങൾക്കെതിരായിട്ട് പറയേണ്ടത് തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഇത് സ്പിരിച്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്. സ്പിരിച്വാലിറ്റിയും ഒപ്രസ്ഡ് ക്ലാസ്സുകളും തമ്മിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റികളുമായിട്ട് ഉള്ള ഒരു ബന്ധത്തെ പറ്റിയുള്ള പല കാലങ്ങളിലായി ചരിത്രത്തിൽ നിന്നും മിത്തിൽ നിന്നും നമ്മുടെ ഈ ഒരു പ്രസന്റ് കാലഘട്ടത്തിലും അങ്ങനെ ഒരു പ്രത്യേക അടിച്ചമർത്തൽ അനുഭവിക്കുന്ന ഒരു വിഭാഗം സ്പിരിച്വാലിറ്റിയെ എംബ്രേസ് ചെയ്യുന്നതിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് നാഗസേരന്ദ്രി ദേവിയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. നാഗസേരന്ദ്രി ദേവി പറയുന്നതിൽ കണ്ടന്റ് ഇല്ല എന്നൊന്നും പറഞ്ഞാലൊന്നും ഞാൻ സമ്മതിച്ചിട്ടില്ല. പ്രത്യേക ഒരു ഫിനോമിനൻ സാമൂഹ്യമായി ചില ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി അല്ലെങ്കിൽ ആ സെക്ഷനിലൊക്കെ വരുന്ന ആൾക്കാർ സമൂഹത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ കേൾക്കാൻ കഴിയും. സമൂഹത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളിൽ നിൽക്കുന്നു, സാമൂഹ്യമായ ഡിസ്ക്രിമിനേഷൻ ഇങ്ങനെ ത്രൂ ഔട്ട് അനുഭവിക്കുന്നു. അവരിൽ ഈ സന്യാസത്തെ ഒന്ന് എക്സ്പോസ് ചെയ്യാനായിട്ടുള്ള, സന്യാസത്തെ ഒന്ന് വരിക്കാനായിട്ടുള്ള, സന്യാസത്തിലോട്ട് പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നുള്ളൊരു നിരീക്ഷണമുണ്ട്. അത് ആദ്യം പറഞ്ഞ കഥ വാൽമീകിയുടെയും പിന്നെ വ്യാസന്റെയാണ്. ആൾദൈവങ്ങൾ എന്നുള്ളതല്ല, അത് മിത്തിലും ചരിത്രത്തിലും പിന്നെ നമ്മുടെ കാലത്തും ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ അതൊരു ലെയറായിട്ട് പോകുന്നു സിനിമയുടെ. അതാണ് ആ മറ്റേ പിക്ചോറിയൽ ഡിപിക്ഷൻ വരുന്നത്, വിവരണം ഉള്ള. അതുകൂടാതെ അതൊരു ലെയർ. പിന്നെ ഈ സൈബർ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സൈബർ ലോകത്തെ ഒരു ആത്മീയ ഒരു പരിവേഷം ലഭിച്ച അത് സമൂഹം തന്നെ ചാർത്തി കൊടുത്തതാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കൂടി ഒരു സ്റ്റഡി മെറ്റീരിയലാക്കി വെച്ചുകൊണ്ടുള്ള ഒരു സംഗതിയാണ്. ആൾദൈവം എന്നുള്ള രീതിയിലല്ല, ആത്മീയത എന്നുള്ള ഒരു ബ്രോഡ് തീമാണ്. നാഗസേരന്ദ്രി ദേവിയോടൊപ്പമുള്ള സിനിമയുടെ ക്രൂവിന്റെ 2 ദിവസങ്ങൾ. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി നമ്മൾ കണ്ടതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ചില നാഗസേരന്ദ്രി ദേവിയുടെ തന്നെ ചാനലിലെ കാര്യങ്ങൾ. പിന്നെ ഫേസ്ബുക്കിൽ പല ഓൺലൈൻ മീഡിയകളിൽ അവർ തന്നെ ഉപയോഗിച്ച് വിത്ത് മ്യൂസിക് എഡിറ്റൊക്കെ ചെയ്ത് ഉള്ള കണ്ടന്റ്, കുട്ടികൾ ഡബ് സ്മാഷ് ചെയ്യുന്നു, പോപ്പുലർ മീഡിയയിൽ സിനിമയിൽ ഒക്കെ ഉള്ള പ്രസൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു പോർഷൻ. 3ാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ഡയറക്ടോറിയൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് 5 കഥകൾ പറയുന്നു. 5ാമത്തെ കഥ നാഗസേരന്ദ്രി ദേവിയുടെ കഥയിൽ വന്ന് നിൽക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു ലീനിയാരിറ്റി. അതിൻ്റെ ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു രീതിയിൽ ഇത്രയും കഥകൾ പറയുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു എഡിറ്റിംഗ് ചോയ്സ് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു കണ്ടന്റ് ഒക്കെ നമ്മളിങ്ങനെ സേവ് ചെയ്ത് വെക്കുകയും ഡയറക്റ്റ് ആയിട്ട് യൂട്യൂബിൻ്റെ ചാനലിൽ പോയി എല്ലാം ചെയ്ത ഒരു റിസർച്ച് അതിനുള്ള ടൈമോ അല്ലെങ്കിൽ അങ്ങനെ അത് കിട്ടില്ല. കാര്യം വെച്ചാൽ നിങ്ങൾക്ക് അറിയാമോന്ന് അറിയില്ല, ഈ ഓൺലൈൻ മീഡിയയിൽ പ്രചരിക്കുന്ന സംഗതികളെല്ലാം വലിയ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ നീളമുള്ള ലൈവ് വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്ന സംഗതികളാണ്. അപ്പോൾ അത് ഇറ്റ്സ് ഹ്യൂമൻലി ഇമ്പോസിബിൾ ടു ഗോ ത്രൂ ഓൾ ദോസ് കണ്ടന്റ്സ് ഫ്രം യൂട്യൂബ്. അതുകൊണ്ട് കൂടുതലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തത് ഇത് തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ നാഗസേരന്ദ്രി ദേവി എന്നൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫീഡിൽ വരുന്ന സംഗതികളൊക്കെ തന്നെയാണ് കൂടുതൽ ഉപയോഗിച്ചത്. അതുകൂടാതെ ആ മറ്റേ കോളനി ആൾക്കാരെ പറ്റിയൊക്കെ പറയുന്ന ആ പോർഷനൊക്കെ നമ്മൾ തന്നെ അല്ലാതെ തന്നെ പോയി എടുത്തതാണ്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മറ്റേ തയ്ക്കുന്ന സമയത്ത് വെട്ടുന്നത്, അതൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വൺസ് ഇതെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ അതൊരു വലിയ ഒരു റഷസിന്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടാവും ഇത് ഇത്രയും എടുക്കുക എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ ഒരു ജുഡീഷ്യസ് ആയിട്ടുള്ള രീതിയിൽ അത് ഈ പറഞ്ഞ പോലെ ഒരേ സമയം കോൺട്രാസ്റ്റും അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ സിമിലാരിറ്റി ആയിട്ടുള്ള കാര്യങ്ങളും ചില കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം ഇപ്പൊ നാഗസേരന്ദ്രി ദേവി സംസാരിക്കുന്ന സമയത്ത് ഒരേ സമയം ഞാൻ എനിക്ക് ആത്മീയമായ ബോധമുണ്ട് എന്ന് പറയുകയും ഒറ്റ അടുത്ത ഇതിൽ സ്വിച്ച് ചെയ്തിട്ട് ഞാൻ ദൈവം ആൾക്കാർ വിളിക്കുന്നതാണ്, പിന്നെ ഞാൻ പക്ക നിരീശ്വരവാദിയാണ് മോനെ എന്ന് പറയുന്ന ആ ഒരു ഡ്യുവാലിറ്റി, അതിന്റെ ഒരു ഡയലക്റ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്വഭാവം, അതാണ് അവരിലൊരു മീനിങ് ഉണ്ടാക്കുന്നത്. നാഗസേരന്ദ്രി ദേവി നിർത്തിക്കൊണ്ട് പറയുന്നതിൽ നമുക്ക് അറിയില്ല എന്തെങ്ങനെയാണ് പുള്ളിക്കാരി മനസ്സിലാക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം അതാണ് അതിൻ്റെ ഒരു അവരുടെ ഒരു USP അതാണ്, ആ ഒരു യൂണിക് സെല്ലിംഗ് പോയിന്റ് അതാണ് അവരുടെ.
അപ്പോൾ ആ രീതിയിൽ ഈ രണ്ട് ചാതിരി പറഞ്ഞ പോലെ രണ്ട് ചോയ്സുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം കോൺട്രാസ്റ്റും അതിൻ്റെതായിട്ടുള്ള സിമിലാരിറ്റീസും വെച്ചുകൊണ്ടുള്ള രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്ത് പോയത്. അതാണ് അതിൻ്റെ ഒരു എഡിറ്റിംഗ് ചോയ്സ്. എഡിറ്റ് ചെയ്ത ആള് കൃഷ്ണഗോപനാണ് അവിടെ ഇരിക്കുന്നത്. കൃഷ്ണഗോപൻ ശരിക്കും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നരേറ്റീവ് ബിൽഡ് ചെയ്യുന്നതിലും ഒക്കെ. പിന്നെ ചേട്ടൻ ചോദിച്ചത് ഇതിൻ്റെ ഒരു ആസ്പെക്ട് റേഷ്യോ ആണ്. ആസ്പെക്ട് റേഷ്യോ അത് സെലക്ട് ചെയ്യാനായിട്ടുള്ള കാര്യം, നമുക്ക് എങ്ങനെയാണ് നാഗസൈരേന്ദ്ര ദേവി നമുക്ക് ഫെമിലിയർ ആവുന്നത് ഈ വെർട്ടിക്കൽ ഫോർമാറ്റിലാണ്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലാതെ ഒരു വൈഡ് ഫോർമാറ്റിൽ അധികം നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് തന്നെ ആ ആസ്പെക്ട് റേഷ്യോയിൽ തന്നെ സിനിമയും ത്രൂ ഔട്ട് പോട്ടെ എന്നുള്ള അങ്ങനെ ഒരു ചോയ്സ് ആയിരുന്നു.